ഹലോ, വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് വിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും ഒന്ന് കളർ മാറി വരുന്ന പോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒരുപാട് നൈസായിട്ട് അരിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു 8 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടറും ഓയിലും കൂടെ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് സവാള വഴറ്റി വരുമ്പോൾ പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പേസ്റ്റാക്കി വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കസൂരി മേത്തയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിൽ കസൂരി മേത്ത ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീറെല്ലാം ഇതിൽ ചേർത്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കറിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ആണെങ്കിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ കറി ഒന്നുകൂടെ യെല്ലോ കളറായിട്ട് മാറി കിട്ടും. നമ്മളിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയും നോൺ കഴിക്കാത്തവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പനീർ ബട്ടർ മസാല റെസിപ്പിയാണിത്. പിന്നെ ഇത് എൻ്റെ റെസിപ്പിയല്ല, ഇത് ചേട്ടൻ്റെ റെസിപ്പിയാണ്. ചേട്ടൻ തന്നെയാണ് ഇത് തയ്യാറാക്കി തന്നതും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.